സ്നേഹമുള്ളവരെ, ഓണംകുളച്ചൻ്റെ വേർപാട് നമ്മളെല്ലാവരും ഒത്തിരിയേറെ വേദനിപ്പിക്കുന്ന ഒന്നാണ്. ഇപ്പോഴും കർമ്മനിരതനായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വൈദികനെയാണ് നമ്മുടെ സമൂഹത്തിന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. നമ്മുടെ ഇവിടെ ചമ്പക്കുളം ദേവാലയത്തിലെ കൊച്ചുപള്ളിയിൽ തിരുനാളുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം 2 ദിവസം മുമ്പ് ഞാൻ അച്ഛനോട് വിളിച്ച് ചോദിച്ചായിരുന്നു, അച്ഛനാണ് കൊടിയേറ്റ്, അച്ഛൻ ആശുപത്രിയിലാണല്ലോ, ഞാൻ തന്നെ കൊടിയേറ്റിയാൽ പോരെ എന്ന് അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞത്, ഞാൻ വന്നോളാം, കൊടിയേറ്റിക്കൊള്ളാം, കൊടിയേറ്റിയിട്ട് ഞാൻ തിരിച്ച് തന്നെ ആശുപത്രിയോട് ഞാൻ പൊക്കോളാം എന്നാണ് അച്ഛൻ പറഞ്ഞത്. അപ്പം എപ്പോഴും മരണസമയത്ത് തൊട്ട് മുമ്പ് വരെ സ്വന്തം ഇടവകയെപ്പറ്റി ചിന്തിക്കുകയും ഇടവകയെ സ്നേഹിക്കുകയും അതോടൊപ്പം ഇടവക ജനങ്ങൾ തിരിച്ചും അച്ഛനെ സ്നേഹിച്ചിട്ടുണ്ട്. അപ്പം അച്ഛനിലൂടെ ലഭിച്ച നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് ദൈവത്തോട് നന്ദി പറയുകയാണ്. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഉറപ്പായിട്ടും ഈ ലെഗസി അദ്ദേഹത്തിന് ലഭിച്ച അനുഗ്രഹങ്ങൾ, കുടുംബങ്ങൾക്ക്, സമൂഹത്തിന് ലഭിച്ച അനുഗ്രഹങ്ങൾ ഒരിക്കലും ആരും മറക്കത്തില്ല. എല്ലാവരും അത് ഓർത്തിരിക്കുകയും ചെയ്യും. നമുക്ക് പ്രത്യേകമായിട്ട് നമ്മുടെ പ്രാർത്ഥനകളിൽ അച്ഛനെ ഓർക്കാം. ഈശോയിലേറെ സ്നേഹം നിറഞ്ഞവരെ, ഗ്രിഗറി ഓണംകുളച്ചനെ പറ്റി പറയുകയാണെങ്കിൽ ഒത്തിരിയേറെ നല്ല നല്ല അനുഭവങ്ങൾ എനിക്കുണ്ട്. കാരണം ഞാൻ വന്നിവിടെ 8 മാസമായി. അച്ഛൻ്റെ ഒത്തിരിയേറെ നന്മകൾ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുണ്ട്, അച്ഛൻ്റെ സ്നേഹവും കരുതലുമുണ്ട്. അതൊക്കെ എന്നെ ഒത്തിരിയേറെ എൻ്റെ ലൈഫിൽ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. പ്രത്യേകമായിട്ട് ഞാൻ കാണുന്ന കാഴ്ച, ഈ ഇടവകയിൽ എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു നല്ല ഇടയനായിരുന്നു വികാരിയച്ഛൻ. പ്രത്യേകിച്ച് പാവങ്ങളെ സഹായിക്കാൻ അച്ഛൻ ഒത്തിരിയേറെ കാര്യം ചെയ്തിട്ടുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, അതായത് സാമ്പത്തികങ്ങൾ കണ്ടുപിടിച്ച് ഏറ്റവും പാവങ്ങളെ, കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരെ സഹായിക്കാനായിട്ട്, വീട് വെച്ച് കൊടുക്കാനായിട്ടും നവീകരിക്കാനൊക്കെ ആയിട്ട് അച്ഛൻ ഒത്തിരിയേറെ പ്രയത്നം അച്ഛൻ്റെ ഭാഗത്ത് നിന്ന് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അച്ഛൻ എപ്പോഴും ആക്റ്റീവായൊരു പ്രീസ്റ്റായിരുന്നു. അച്ഛൻ വെറുതെ ഇരിക്കുന്ന സമയം ഞാൻ കണ്ടിട്ടില്ല. എപ്പോഴും എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്തുകൊണ്ടിരിക്കും. അതിരൂപതയിലാവട്ടെ, ഇടവകയിലാവട്ടെ, എല്ലാം എപ്പോഴും കൃത്യമായ കാര്യങ്ങൾ നിർവഹിക്കാനും ഒക്കെ അച്ഛൻ ഒത്തിരിയേറെ പ്രയത്നം അച്ഛൻ എടുത്തിട്ടുണ്ട്. അച്ഛൻ ഒത്തിരിയേറെ ഹാർഡ് വർക്ക് ചെയ്ത് ഒരു നല്ല വിശുദ്ധനായ വ്യക്തിയായിരുന്നു. അതായത് അച്ഛനെ കാണാൻ എപ്പോഴും ആൾക്കാർ എത്തുകയും സഹായം ചോദിക്കുകയും വന്നവരെ ആരെയും വെറും കൈയോടെ പറഞ്ഞയക്കുകയും ചെയ്യാത്ത ഒരു നല്ല മനുഷ്യനായിരുന്നു, ഒരു നല്ല വ്യക്തിയായിരുന്നു ഞങ്ങളുടെ വികാരിയച്ഛൻ. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, ഞങ്ങൾ അച്ഛന്മാർ രണ്ടുപേരെയും ഏറെ സ്നേഹത്തോടെ കരുതിയ ഒരു അച്ഛനായിരുന്നു. പ്രത്യേകിച്ച് ഒരപ്പനെപ്പോലെ തന്നെ എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യുകയും, ഒരസുഖം വന്നാൽ പോലും എപ്പോഴും ചോദിച്ചറിയുകയും എന്തായി എങ്ങനായി എന്നൊക്കെ അറിയുകയും, എല്ലാം മരുന്ന് വാങ്ങിച്ച് കൊണ്ടു നടക്കാനും പോകുവാനും എല്ലാം ശുശ്രൂഷിക്കാനൊക്കെ അച്ഛൻ എപ്പോഴും ഒപ്പം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒന്നിച്ചിരുന്ന എപ്പോഴും ആഹാരം കഴിച്ചിരുന്നത് എപ്പോഴും. അച്ഛൻ എന്തെല്ലാം തിരക്കുണ്ടെങ്കിലും, ഞങ്ങൾക്ക് തിരക്കുണ്ടെങ്കിൽ അച്ഛൻ കാത്തിരിക്കുമായിരുന്നു ഞങ്ങളെ ഒന്നിച്ച് ആഹാരം കഴിക്കാനും ഇടവകയുടെ പൊതു കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുന്ന ആ അവസരമായിരുന്നു. അങ്ങനെ എപ്പോഴും ഇടവകയെ പറ്റിയും ഞങ്ങളെയും ഏറെ സ്നേഹിക്കുന്ന ഒരു നല്ല വൈദികനായിരുന്നു വികാരിയച്ഛൻ. ഈ അവസരത്തിൽ അച്ഛന് പ്രാർത്ഥന നേരുന്നു. ഈ സ്വർഗീയ യാത്രയിൽ ഞങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും നേരുകയും ചെയ്യുന്നു.